ഒരു പെണ്ണായി ജനിച്ചതിന്റെ പേരിൽ പല വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നവർ. കുട്ടിക്കാലം മുതലുള്ള വീട്ടിലെ നിയന്ത്രണങ്ങൾ, ഒച്ചത്തിൽ ചിരിച്ചാൽ പ്രശ്നം, കാലിന്മേൽ കാല് കയറ്റി വെച്ചാൽ കുറ്റം, തനിച്ച് യാത്ര ചെയ്യാനുള്ള വിലക്ക്, നാട്ടുകാരുടെ തുറിച്ചുനോട്ടം, ഇതിനോടെല്ലാം പ്രതികരിച്ചാൽ ധിക്കാരിയാണെന്ന ആക്ഷേപം. ഈ നാട്ടിൽ ഒരു പെണ്ണിന് ജീവിക്കണമെങ്കിൽ ആരെയൊക്കെ പേടിക്കണം. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനെയും ഭർത്തൃവീട്ടുകാരെയും, ഒറ്റയ്ക്കാണ് കഴിയുന്നതെങ്കിൽ നാട്ടുകാരെയും ഭയന്ന് കഴിയേണ്ട ഗതികേട്. മക്കൾ വലുതായാലും അവരെക്കുറിച്ച് ആലോചിച്ച് തീ തിന്ന് ജീവിക്കുന്ന അമ്മമാർ. കൊല്ലം പുനലൂരിലെയും തിരുവനന്തപുരം വിഴിഞ്ഞത്തെയും പത്തനംതിട്ട വള്ളിക്കോട്ടെയും വീടുകളിൽ സംഭവിച്ച ദുരന്തങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാൻ കഴിയില്ല. ആ കേസുകളാണ് പോലീസ് പട്രോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. സ്വാഗതം. അമ്മ എന്നാൽ സ്നേഹമാണ്, സഹനമാണ്, സത്യമാണ്. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, മരിക്കാൻ പോലും മടിയില്ലാത്ത അമ്മമാരെ കുറിച്ച് നമ്മൾ കേൾക്കാറില്ല. കുട്ടിക്കാലം മുതൽ കുഞ്ഞുങ്ങളെക്കുറിച്ചോർത്ത് തീ തിന്ന് ജീവിക്കുന്നവർ. മക്കൾ വലുതായി കഴിഞ്ഞാലും ചില അമ്മമാരുടെ കണ്ണീർ തോരാറില്ല. കൊല്ലം പുനലൂരിൽ മകൾക്ക് വേണ്ടി സ്വയം ജീവൻ കൊടുത്ത ഒരു സ്ത്രീയുടെ കഥയിലേക്കാണ്. മകളും ഭർത്താവും തമ്മിലുള്ള കലഹത്തിനിടെ തടസ്സം പിടിക്കാനെത്തിയ അമ്മയ്ക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. പുനലൂർ സ്വദേശിനി സൈത്തു ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ മരുമകൻ ഉസ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നെഞ്ചിൽ ചവിട്ടി താഴെയിട്ട ശേഷം മുഖത്തും തലയിലും തുടർച്ചയായി മർദ്ദിച്ചാണ് ഇയാൾ ഭാര്യാമാതാവിനെ കൊലപ്പെടുത്തിയത്. പുനലൂർ HS വാർഡിലെ വലിയ കാലായിൽ ദർഭവിള വീട്ടിൽ സൈത്ത് ബീവി എന്ന 70-കാരിയാണ് കൊല്ലപ്പെട്ടത്. വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം. പ്രതിയായ ഉസ്മാനും ഭാര്യ ഹസീനയുമായി വീട്ടിൽ വഴക്കുണ്ടാകുകയും തുടർന്ന് ഉസ്മാൻ ഹസീനയെ മർദ്ദിക്കുകയുമായിരുന്നു. ഇത് കണ്ട് തടസ്സം പിടിക്കാനെത്തിയതായിരുന്നു ഹസീനയുടെ മാതാവായ സൈത്ത് ബീവി. മകളുടെ രക്ഷയ്ക്കെത്തിയ സൈത്ത് ബീവിയെ ഉസ്മാൻ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നെഞ്ചിൽ ചവിട്ടി താഴെയിട്ട ശേഷം മുഖത്തും തലയിലും തുടർച്ചയായി മർദ്ദിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സൈത്ത് ബീവിയെ ഉടൻ തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ കൊലപാതകത്തിന് കേസെടുത്ത പോലീസ് ഉസ്മാനെ കസ്റ്റഡിയിലെടുത്തു. പുനലൂർ SHO OJ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സൈത്ത് ബീവിയുടെ മൃതദേഹം നിലവിൽ പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 പുനലൂർ. വിവാഹ വാർഷിക ദിനം സാധാരണ എല്ലാ ദമ്പതികൾക്കും മധുരമുള്ള ഓർമ്മകളാണല്ലേ. വീട്ടിൽ ചെറിയ വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ആ ദിവസം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട്. ഭർത്താവും ഭാര്യയും പരസ്പരം സമ്മാനങ്ങളും ആശംസകളും കൈമാറുന്ന മനോഹരമായ നിമിഷം. എന്നാൽ തിരുവനന്തപുരം വിഴിഞ്ഞത്തെ വിഘ്നേശ്വരിയുടെ ജീവിതത്തിൽ അതൊരു ഇരുട്ടടി സമ്മാനിച്ച ദിവസമാണ്. വിഘ്നേശ്വരിയും അഭിലാഷും തമ്മിൽ വിവാഹം നടന്നതിന്റെ 2ാം വാർഷികം. ആഘോഷം നടക്കേണ്ട ആ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളിയാണ് കേട്ടത്. 27-കാരിയുടെ ആത്മഹത്യ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ദാമ്പത്യ പ്രശ്നം കാരണമാണ് യുവതി ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. സംഭവത്തിൽ വിഴിഞ്ഞം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിഴിഞ്ഞത്തെ ഭർത്തൃവീട്ടിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് 27-കാരിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. വൈകിട്ട് ഭർത്തൃപിതാവ് വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു. വിഘ്നേശ്വരിയെ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാത്തതിനെ തുടർന്ന് അയൽവാസിയുടെ സഹായത്തോടെ വീടിന്റെ ജനൽ ഗ്ലാസ് തകർത്തു നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. ചൊവ്വാഴ്ചയായിരുന്നു ഇവരുടെ 2ാം വിവാഹ വാർഷികം. അന്നേ ദിവസമാണ് യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അഭിലാഷിനെ വിഴിഞ്ഞം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കുട്ടികളില്ലാത്തതിനാൽ വിഘ്നേശ്വരി ഭർത്തൃവീട്ടിൽ അധിക്ഷേപം നേരിട്ടിരുന്നെന്നും യുവതിയുടെ വീട്ടുകാർ പറഞ്ഞു. നാഗർകോവിൽ സ്വദേശിനിയാണ് വിഘ്നേശ്വരി. ന്യൂസ് 18 തിരുവനന്തപുരം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കൂടപ്പിറപ്പുകളെ പോലെ ജീവിച്ചിരുന്ന അയൽവാസികളെ കുറിച്ച് കേട്ടിട്ടില്ലേ?
സമീപത്തുള്ള കുട്ടികൾക്കും ചെറുപ്പക്കാർക്കുമൊക്കെ എല്ലാ വീടുകളിലും കയറിയിറങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഒരാവശ്യത്തിന് അടുത്ത വീടുകളിലെ യുവാക്കളെയാണ് പലരും സഹായത്തിന് പോലും വിളിച്ചിരുന്നത്. എന്നാൽ ആ നല്ല നാളുകൾ ഇപ്പോൾ ഓർമ്മകളാണ്. ഇക്കാലത്ത് ആരെയാണ് വിശ്വസിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റുന്നത്? പത്തനംതിട്ട വള്ളിക്കോട് വീട്ടമ്മയെ രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് സമീപവാസിയായ യുവാവാണ്. വീട്ടമ്മ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയ പ്രതി പരിചയം മുതലാക്കി വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കേസിൽ വള്ളിക്കോട് സ്വദേശി സുധീഷിനെ തിരുവനന്തപുരത്ത പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. വീട്ടമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയ സുധീഷ് വീടുമായുള്ള പരിചയം മുതലാക്കി വീട്ടിൽ തട്ടിവിളിക്കുകയും കതക് തുറന്ന ഉടനെ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ ബലമായി പിടിച്ചു വലിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പ്രതിയുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട വീട്ടമ്മ അടുത്തുള്ള വീട്ടിൽ അഭയം തേടി. പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ വീട്ടമ്മയുടെ മൊഴി രേഖപ്പെടുത്തി. അന്വേഷണം ആരംഭിച്ച ഇലവുംതട്ട പോലീസ് പ്രതിയെ പിടികൂടി. പ്രതി മുൻപും ഇത്തരത്തിലുള്ള കേസിൽ ഉൾപ്പെട്ടയാളാണെന്ന് പോലീസ് പറഞ്ഞു. ഇലവുംതട്ട ഇൻസ്പെക്ടർ SHO അനീഷ് കരീം, SI അനിൽ KN, SCPO ധനൂപ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം ചിറയൻകീഴിലെ നാട്ടുകാർക്ക് പേടി സ്വപ്നമാണ് മിന്നൽ ഫൈസൽ എന്ന പേര്. വധശ്രമം, പിടിച്ചുപറി, കൊള്ള ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിലെ പ്രതി. പോലീസിനെ പോലും ആക്രമിച്ച കേസുകൾ നിരവധി. കാപ്പ കേസ് പ്രതിയായ ഫൈസൽ കഴിഞ്ഞ ദിവസമാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. അന്നു മുതൽ എതിരാളികളുടെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. പിന്നീട് എന്തായിരിക്കും മിന്നൽ ഫൈസലിന് സംഭവിച്ചത്? ഫൈസലിന്റെ മൃതദേഹം ചിറയൻകീഴിലുള്ള ആളൊഴിഞ്ഞ പുരയിടത്തിലെ ചെറിയ കെട്ടിടത്തിനുള്ളിൽ കത്തിക്കരിഞ്ഞതിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 4 ദിവസം പഴക്കമുണ്ടെന്നാണ് നിഗമനം. പ്രദേശത്തു നിന്ന് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. ഗുണ്ടാ കുടിപ്പകയെ തുടർന്നുള്ള കൊലപാതകമാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാപ്പ കേസ് പ്രതിയായ മിന്നൽ ഫൈസലിന്റെ മൃതദേഹം ചിറയൻകീഴിലുള്ള ആളൊഴിഞ്ഞ പുരയിടത്തിലെ ചെറിയ കെട്ടിടത്തിനുള്ളിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 4 ദിവസം പഴക്കമുണ്ടെന്നാണ് നിഗമനം. പ്രദേശത്ത് നിന്ന് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. അടുത്തിടെയാണ് ഫൈസൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഫൈസൽ കാപ്പ കേസ് പ്രതിയായതിനാൽ കൊലപാതക സാധ്യത ഉൾപ്പെടെ അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഫോറൻസിക് നടപടികൾക്കു ശേഷം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നും പോലീസ് അറിയിച്ചു. മംഗലപുരം ശാസ്തവട്ടത്തെ വില്ലയിൽ അതിക്രമിച്ചു കയറി സ്വർണവും ലാപ്ടോപ്പും കവർന്ന കേസിൽ ഫൈസൽ മാർച്ചിൽ പിടിയിലായിരുന്നു. 2021 ചിറയൻകീഴിൽ പോലീസുകാരെ വധിക്കാൻ ശ്രമിച്ച കേസിലും ഇയാൾ പിടിക്കപ്പെട്ടിരുന്നു. അടിപിടി മുതൽ പീഡനമടക്കം 20ഓളം കേസുകളിൽ പ്രതിയാണ് ഫൈസലെന്നും പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി ഒട്ടേറെ കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയാണ്. ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ കൊല്ലം ചാത്തന്നൂർ പോലീസ് 1 വർഷം മുൻപ് ശ്രമിച്ചിരുന്നു. അന്ന് 2 പോലീസുകാരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു. 20ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ 2023 ചിറയൻകീഴിൽ നടന്ന മോഷണ കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമകളിലും TV ഷോകളിലും തമാശയൊക്കെ പറഞ്ഞ് ആളുകളെ രസിപ്പിക്കുന്ന താരമാണ് നടൻ ടിനി ടോം. മറ്റുള്ളവരെ ട്രോളുകയും അതിൽ ഹരം കൊള്ളുകയും ചെയ്യുന്നതാണ് അയാളുടെ രീതി. എന്നാൽ ആളും തരവും നോക്കി തമാശ പറഞ്ഞില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ടിനി ടോമിന് ഇപ്പോഴായിരിക്കും മനസ്സിലായത്. അൻസിബിയുടെ പരാതിയിൽ അയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ടിനിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. അൻസിബിക്കെതിരായ ജിഹാദി പരാമർശം തമാശയ്ക്ക് വിളിച്ചതെന്നായിരുന്നു ആദ്യം പോലീസിന്റെ നിലപാട്.
വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിലാണ് കടവന്ത്ര പോലീസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കോടതി ഉത്തരവിട്ടത്. ഇതോടൊപ്പം സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള മറ്റു പരാതികളും നിയമാനുസൃതമായി അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അൻസിബ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ മതിയായ തെളിവുകളില്ലെന്ന നിലപാടാണ് നേരത്തെ കടവന്ത്ര പോലീസ് സ്വീകരിച്ചിരുന്നത്. അതിനാലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതിരുന്നത്. ഇതിനെ തുടർന്നാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. പരാതി പരിശോധിച്ച കോടതി പ്രാഥമിക അന്വേഷണം മാത്രം നടത്തി പരാതി തള്ളിക്കളയാൻ കഴിയില്ലെന്നും നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും വ്യക്തമാക്കിയിരുന്നു. കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കടവന്ത്ര പോലീസ് ടിനി ടോമിനെതിരെ കേസെടുത്തത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ പരാതിക്കാരുടെയും സാക്ഷികളുടെയും മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള അന്വേഷണ നടപടികളിലേക്ക് പോലീസ് ഉടൻ കടക്കും. അൻസിബയുടെ പരാതിയിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും തുടക്കത്തിൽ ഇത് അമ്മ സംഘടനയ്ക്കുള്ളിൽ പരിഹരിക്കേണ്ട വിഷയമാണെന്ന നിലപാടിലായിരുന്നുവെന്നും കമ്മീഷണർ പറഞ്ഞു. അവരുടെ സംഘടനയ്ക്ക് ഇടയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അവർ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും ഒരുപാട് പരാതികളും കൗണ്ടർ പരാതികളും ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, മറ്റവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ തന്നെ അവർ തമ്മിലുള്ള സംസാരങ്ങൾ. ഇതിനിടെ സമൂഹമാധ്യമങ്ങളിൽ ഹൈക്കോടതിയുടെ ചിത്രം പങ്കുവച്ച് അൻസിബ സത്യമേവ ജയതേ എന്ന ഒറ്റവരിക്കുറിപ്പും അതിനോടൊപ്പം ചേർത്തിരുന്നു. കോടതി ഉത്തരവിന് പിന്നാലെയാണ് അൻസിബ ഹസന്റെ പോസ്റ്റ്. കോടതിയുടെ നിർദ്ദേശത്തോടെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ പരാതികളിലെ ആരോപണങ്ങളിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും. അന്വേഷണം പൂർത്തിയായ ശേഷമാകും തുടർ നിയമ നടപടികൾ ഉണ്ടാകുക. ന്യൂസ് 18 കൊച്ചി. CPM-ന് വേണ്ടി കൊല്ലും കൊലയും നടത്തിയിട്ടുള്ള ക്രിമിനലുകൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലം ജയിലുകളിൽ VIP പരിഗണനയായിരുന്നു. ആവശ്യത്തിന് പരോളും ഫോണും ലഹരിയുമൊക്കെ എത്തിച്ചു നൽകാൻ ആളുകളും. എന്നാൽ ഭരണം മാറിയതോടെ പാർട്ടി ഗുണ്ടകളുടെ കാര്യം അല്പം കഷ്ടമാണ്. VIP പരിഗണന പോയിട്ട് നേരെ ചൊവ്വേ ഫോൺ വിളിക്കാൻ പോലും സാധിക്കുന്നില്ല. മുൻപ് ജയിൽ ഉദ്യോഗസ്ഥനെ വിരട്ടി അനധികൃതമായി ഫോൺ വിളിച്ചിരുന്ന ഗുണ്ടകൾക്കിപ്പോൾ കൂട്ടിട്ടിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്നും ഫോൺ വിളിച്ച് പിടിക്കപ്പെട്ട കൊടീസുനിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. വീണ്ടും ജയിലിൽ നിന്നും കൊടീസുനിയുടെ ഫോൺ വിളി ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചാണ് ഫോൺ ചെയ്തതെന്ന് കണ്ടെത്തി. സംഭവത്തിന് പിന്നാലെ കൊടീസുനിയെ തവനൂർ സെൻട്രൽ ജയിലിലെ പണിഷ്മെന്റ് സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജയിൽ വകുപ്പ് അന്തേവാസികൾക്ക് ഫോൺ വിളിക്കാൻ നൽകിയ സൗകര്യം കൊടിസുനി ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു. BSNL കാർഡ് വഴി 450 മിനിറ്റ് ജയിലിനുള്ളിലെ കോയിൻ ബോക്സ് വഴി 3 നമ്പറിലേക്ക് വിളിക്കാൻ സൗകര്യമുണ്ട്. ഈ 3 നമ്പറുകൾ മുൻപേ അധികൃതർക്ക് നൽകിയതാകണം. ഈ വിളികൾ ജയിൽ അധികൃതരുടെ കർശന നിരീക്ഷണത്തിലാണ്. കൊടിസുനി മറ്റൊരു തടവുകാരന്റെ കാർഡ് വഴി അനധികൃതമായി പുറത്തേക്ക് വിളിച്ചുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്നാണ് കൊടിസുനിയെ പനിഷ്മെന്റ് സെല്ലിലേക്ക് മാറ്റിയത്. ഒറ്റയാൾ മാത്രമുള്ള ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവാദമില്ല. ഫോൺ വിളിക്കാനും കഴിയില്ല. കുറെ നാളായി കൊടിസുനി പരോളിലിറങ്ങാനും ജയിൽ മാറാനും ശ്രമം നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായ ഫോൺ വിളികൾക്കാണ് സഹതടവുകാരന്റെ ഫോൺ കാർഡ് ഉപയോഗിച്ചതെന്നാണ് വിവരം. പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് കണ്ണൂരിലെ ജയിലിലേക്ക് മാറാൻ കൊടിസുനി തീവ്ര ശ്രമം നടത്തിയിരുന്നു. അതിനിടെ കയ്യിലെ ചരടഴിക്കാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത് തിരിച്ചടിയായി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് തവനൂർ ജയിൽ സൂപ്രണ്ട് ഉത്തരവിട്ടു. അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് 18 മലപ്പുറം. ഓപ്പറേഷൻ തൂഫാന് പോലീസിന് ഗുണ്ടകളുടെ സഹായം ആവശ്യമില്ലെന്നേ. ആ പണി നോക്കാനാണ് ഇവിടെ പോലീസ്. ഓപ്പറേഷൻ തൂഫാന് വേണ്ടി പോലീസിന് മറ്റാരുടെയും സഹായം വേണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. കെ സുധാകരൻ MP വിളിച്ച യോഗത്തിൽ ക്രിമിനൽ കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത സംഭവത്തെ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത്. അതിനിടെ തൂഫാൻ യോഗത്തിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി സംഘാടകർ രംഗത്തെത്തി. സുധാകരനെ അങ്ങോട്ട് പോയി കണ്ടതാണെന്നും ഓപ്പറേഷൻ തൂഫാൻ വിജയിപ്പിക്കാൻ പോലീസ് മാത്രം പോരെന്നും യോഗത്തിന്റെ സംഘാടകരിൽ ഒരാളായ സുഖൈൽ ഷാജഹാൻ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൊച്ചിയിൽ യോഗം സംഘടിപ്പിച്ചത്. സുധാകരനെ ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണ്. കൊച്ചിയിൽ ഉണ്ടെന്നറിഞ്ഞായിരുന്നു 20 പേർ കാണാൻ അനുവാദം ചോദിച്ചത്. എന്നാൽ 100ഓളം പേർ എത്തി. ഓപ്പറേഷൻ തൂഫാൻ വിജയിപ്പിക്കാൻ പോലീസ് മാത്രം പോരെന്ന്
യോഗത്തിന്റെ സംഘാടകരിലൊരാളായ സുഹൈൽ ഷാജഹാൻ പറയുന്നു. ഇത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ വേണം. മുൻപ് ഗുണ്ടകളായിരുന്നു എന്ന് കരുതി ആരെയും മാറ്റി നിർത്തരുത്. ഇപ്പോൾ മാറ്റി നിർത്തിയാൽ ലഹരിക്കെതിരെ പോരാടാൻ അവർക്കിനി അവസരം ലഭിക്കില്ലെന്നും സുഹൈൽ ഷാജഹാൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച തൂഫാനുമായി ബന്ധപ്പെട്ട് അതിന് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് കൊച്ചിയിലെ യുവാക്കൾ കെ സുധാകരൻ എം പിയെ കൊച്ചിയിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അവർ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ കാണാൻ വേണ്ടി വന്നപ്പം അവരെ അറിയിച്ചത് കുറച്ച് പേര്, ഒരു 10-20 പേരുണ്ടെന്നാണ് അറിയിച്ചത്. പക്ഷേ വന്നപ്പം ഒരു 100ഓളം പേരുണ്ടായിരുന്നു. 100 കണക്കിന് വന്നത് എല്ലാവരും കുട്ടികളും കേസിൽ പ്രതിയായിട്ടുള്ളവരൊന്നുമല്ല. മാന്യമായിട്ട് ജീവിക്കുന്നവർ പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കും, മറ്റു കാര്യങ്ങളുള്ളവരുണ്ട്, പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാവരും ഉണ്ട്. ഇവർ ഈ വീഡിയോ എടുത്തിട്ട് എല്ലാവരും 100 കണക്കിന് ഇതാണ് മറ്റേ മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ്, കഞ്ചാവ് കേസിലെ പ്രതികളാണെന്ന് പറഞ്ഞിട്ട്. കള്ളത്തോക്ക് കേസിലെ പ്രതികളടക്കമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യോഗം ചേർന്നത്. യോഗത്തിന് നേതൃത്വം നൽകിയ സുഹൈൽ ഷാജഹാൻ AKG സെന്റർ ആക്രമണക്കേസ്, വിസ തട്ടിപ്പ് കേസ് എന്നിവയിൽ പ്രതിയാണ്. യോഗത്തിൽ പങ്കെടുത്ത മട്ടാഞ്ചേരി സ്വദേശി ഷിബു കഴിഞ്ഞ ദിവസം ബാറിലുണ്ടായ അടിപിടി കേസിൽപ്പെട്ട റിമാൻഡിലായി. വയോധികന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ഓപ്പറേഷൻ തൂഫാന് പോലീസിന് ആരുടെയും പിന്തുണ ആവശ്യമില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. അവർ ഒരു തുഫാൻ വാരിയറായിട്ടുള്ള വാലണ്ടിയറായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ യോഗം ചെയ്തിട്ടുണ്ട്. അതിനോട് ഭാഗമായിട്ട് മുൻപോട്ട് പോകരുത്. പക്ഷെ അങ്ങനെയുള്ള ഫംഗ്ഷനുകളിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ എന്നോട് നേതൃത്വത്തിൽ വന്നിട്ടില്ല. ഗുണ്ടകളൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ അവർക്ക് അറിയും അവരെന്താ പറയുന്നത്. ഗുണ്ടാക്കൾ ലഹരിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എതിരായിട്ട് ശക്തമായിട്ട് നടപടി ഉണ്ടാകും. അതിൽ യാതൊരു കുഴപ്പമില്ല. ഓപ്പറേഷൻ തൂഫാന് വേണ്ടി വിളിച്ച യോഗത്തിൽ ക്രിമിനൽ കേസിലെ പ്രതികൾ അടക്കമുള്ളവർ പങ്കെടുക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് കെ സുധാകരൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ അറിവോടെയല്ല യോഗം വിളിച്ചതെന്ന് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ചില കൊടും ക്രിമിനലുകളെ കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് കുടുംബവും മക്കളും കൂടപ്പിറപ്പും ഒന്നും ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? ഉറ്റവരും പ്രിയപ്പെട്ടവരുമൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യബന്ധങ്ങളുടെ വില അറിയാത്തവരാണ് പല കുറ്റവാളികളും. പാലക്കാട് മീനാക്ഷിപുരം സ്വദേശി വിനോദിന്റെ മകൾ ജീവിതത്തിൽ വലിയ ദുരന്തം നേരിട്ട പെൺകുട്ടിയാണ്. ആ കുടുംബത്തിന് വേണ്ടി ഒരു നാട് മുഴുവൻ ഒരിക്കൽ ഒന്നിച്ചിട്ടുണ്ട്. എന്നാൽ വിനോദ് പണത്തിനു വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യും. വധശ്രമം, കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ വിനോദിനെ പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തി. ഇതോടൊപ്പം ഷൊർണൂരിലെ ലോഡ്ജ് ഉടമയെയും കാപ്പ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ നേരത്തെ അനാശാസ്യ പ്രവർത്തനം നടത്തിയതിന് പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. പാലക്കാട് മീനാക്ഷിപുരം സ്വദേശി വിനോദ് വധശ്രമം, കവർച്ചയുൾപ്പെടെ 24 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൊഴിഞ്ഞാമ്പാറയിലെ കോഴിപ്പാറയിൽ താമസിക്കുന്ന പ്രതിയുടെ പേരിൽ SC/ST അതിക്രമം തടയൽ വകുപ്പുകൾ പ്രകാരമുള്ള കേസുകളും ഉണ്ട്. ഇതോടെയാണ് കൊല്ലങ്കോട് പോലീസ് പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തിയത്. മുൻപ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കേസിലും പ്രതിയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മകളെ ചികിത്സിക്കാൻ പോലും തയ്യാറാകാത്ത വിനോദ് നാട്ടുകാരെ കബളിപ്പിച്ചാണ് കഴിഞ്ഞിരുന്നത്. അതിനിടെ ഷൊർണൂരിലെ മേഘ ലോഡ്ജ് ഉടമയെ കാപ്പ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്ത് 6 മാസത്തേക്ക് കരുതൽ തടങ്കലിലാക്കി. വല്ലപ്പുഴ സ്വദേശി ബഷീറിനെ ഫെബ്രുവരി 8-ന് അനാശാസ്യ പ്രവർത്തനം നടത്തിയ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ യുവതികളെ എത്തിച്ച് ലോഡ്ജിൽ താമസിപ്പിച്ച് ഇടപാടുകാർക്ക് കാഴ്ചവെച്ച് വരുമാനമുണ്ടാക്കുന്നതായിരുന്നു ഇയാളുടെ രീതി. ഇതുൾപ്പെടെയുള്ള കേസുകൾ പരിഗണിച്ചാണ് ബഷീറിനെ കരുതൽ തടങ്കലിൽ ആക്കിയതെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച ശുപാർശയിലാണ് കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചത്. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിക്ക് 6 വർഷത്തിനിപ്പുറവും നീതി അകലെയാണ്. ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണ് നീതി നിഷേധത്തിന്റെ പ്രധാന കാരണം. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കുട്ടി പീഡനത്തിന് ഇരയായാണ് കൊല്ലപ്പെട്ടതെന്ന് തെളിഞ്ഞിരുന്നു. കേസിൽ അയൽവാസിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തെങ്കിലും പ്രതിയെ പിന്നീട് കോടതി വെറുതെ വിട്ടു. കേസിൽ പുതിയ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടപ്പിലായില്ല. പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാൻ ഒരുങ്ങുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. ജൂൺ 30-നാണ് ചുരക്കുളത്തെ എസ്റ്റേറ്റ് ലയത്തിനുള്ളിൽ 6 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കുട്ടി പീഡനത്തിന് ഇരയായാണ് കൊല്ലപ്പെട്ടതെന്ന് തെളിഞ്ഞു. സമീപവാസിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും 2023 ഡിസംബറിൽ തെളിവുകളുടെ അഭാവം മൂലം വിചാരണ കോടതി ഇയാളെ വെറുതെ വിടുകയായിരുന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി 2 വർഷം പിന്നിടുമ്പോഴും കേസിൽ ഒരു ഹിയറിംഗ് പോലും ഇതുവരെ നടന്നിട്ടില്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുട്ടിയുടെ കുടുംബം നേരിൽ കണ്ട് പുതിയ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടപ്പിലായില്ല. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശനെ കാണാൻ ഒരുങ്ങുകയാണ് കുടുംബം. പുതിയ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന ആവശ്യവും കുടുംബം മുമ്പോട്ട് വയ്ക്കും. കുറ്റവാളി എന്ന് പോലീസ് കണ്ടെത്തിയ സമീപവാസിയായ യുവാവ് തന്നെയാണ് മകളെ കൊലപ്പെടുത്തിയതെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോഴും പറയുന്നത്. സർക്കാർ തലത്തിൽ നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മകളുടെ 6ാം ചരമവാർഷികത്തിലും ഈ അച്ഛനും അമ്മയും ഉള്ളത്. ന്യൂസ് 18 ഇടുക്കി. മഴക്കാലമായതോടെ കവർച്ചാ സംഘങ്ങൾ നാട്ടിൽ സജീവമാണ്. ജനങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥ. ഇരുട്ടിന്റെ മറവിൽ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് മോഷണം. പാലക്കാട് പട്ടാമ്പി നഗരത്തിൽ കഴിഞ്ഞ രാത്രി കവർച്ചാ പരമ്പരയാണ് അരങ്ങേറിയത്. മേലെ പട്ടാമ്പിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പണവും CCTV ഹാർഡ് ഡിസ്കും കവർന്നു. മോഷണത്തിന് പിന്നിൽ ഒരാൾ തന്നെയെന്നാണ് നിഗമനം. കള്ളനു വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപമുള്ള അമിഗോസ് ടെക്സ്റ്റൈൽസ്, AR അസോസിയേറ്റ്, പതഞ്ജലി എന്നീ സ്ഥാപനങ്ങളിലാണ് കവർച്ച നടന്നത്. കഴിഞ്ഞ രാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. പൂട്ട് തകർത്താണ് AR അസോസിയേറ്റിൽ കവർച്ച നടന്നത്. മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 30,000 രൂപ മോഷണം പോയി. മുകളിലത്തെ നിലയിൽ താൽക്കാലികമായി നിർമ്മിച്ച ചുമർ തകർത്താണ് അമിഗോസ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൽ മോഷണം നടന്നത്. കൗണ്ടറിലെ മേശ വലിപ്പ് തകർത്ത് 4,000 രൂപ കവർന്നെന്നാണ് പരാതി. ക്യാഷ് ഉണ്ടാകുന്നില്ല. പിന്നെ വിളിച്ചു മുതലാളിക്ക് വിളിച്ചു. പിന്നെ റിപ്പോർട്ട് മുകളിൽ നോക്കിയപ്പോ മുകളിൽ പൊളിച്ചിട്ടായിരുന്നു. അടുത്ത കെട്ടിടത്തിലെ പതഞ്ജലി എന്ന സ്ഥാപനത്തിൽ വാതിൽ തകർത്ത് അകത്തു കടന്ന കള്ളൻ മേശവലിപ്പിൽ സൂക്ഷിച്ച പണം കവർന്നതായാണ് വിവരം. സ്ഥാപനങ്ങളിലെ CCTV ക്യാമറകൾ തിരിച്ചുവെക്കുകയും ഹാർഡ് ഡിസ്കുകൾ കൊണ്ടുപോവുകയും ചെയ്തു. വിവരമറിഞ്ഞ് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഗുരുതരമായ അനാസ്ഥയെക്കുറിച്ചുള്ള വാർത്തയിലേക്കാണ്. പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ ആംബുലൻസിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ട്രോളി കൃത്യസമയത്ത് എത്തിയില്ല. അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തിയ ആംബുലൻസിൽ നിന്നും ഏറെ സമയമെടുത്താണ് ഗർഭിണിയെ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയത്. ആരോഗ്യനില മോശമായ യുവതിയെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെയാണ് സംഭവം. മുതലമട കാമ്പ്രത്ത് ചള്ളയിൽ നിന്നുള്ള കുടുംബത്തിനാണ് ദുരനുഭവമുണ്ടായത്. പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ ഗോപി എന്ന ആംബുലൻസ് ഡ്രൈവർ മുതലമടയിൽ നിന്നും പാലക്കാട് വനിതകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്തിച്ചെങ്കിലും ആംബുലൻസിൽ നിന്ന് യുവതിയെ അകത്തേക്ക് കൊണ്ടുപോകുന്നതിന് ട്രോളിക്കായി ഏറെ സമയം കാത്തുനിൽക്കേണ്ടി വരികയായിരുന്നു. ഒരു ട്രോളി മാത്രമേ ഉള്ളൂ എന്നും ജീവനക്കാർ ഇല്ല എന്നുമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരിൽ നിന്ന് മറുപടി ലഭിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. ഭാര്യയ്ക്ക് തീരെ സുഖമില്ല, ഉടനെ ആംബുലൻസ് വരണം പറഞ്ഞു. ഞാൻ ഉടനെ അവിടെ എത്തി. നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, കുട്ടികളുടെയും സ്ത്രീകളുടെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ എത്തിയ ഭയങ്കര എമർജൻസി ആയിരുന്നു. ഇവിടെ പ്രസവിക്കുന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അവിടെ എത്തിയ ട്രോളി ഇല്ല, വളരെ അന്നാസ്ഥയായിട്ടാണ് പറഞ്ഞത്. ട്രോളി ഇല്ല, ഒരു ട്രോളി ഉള്ളൂ. അത് മുകളിലാണ്, അത് വരട്ടെ എന്ന് പറയുന്നത്. 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ജീവനെ പണയം വെച്ച് കൊണ്ടുപോയി ഒരു ജീവൻ നടന്നോട്ട് പോകാതിരിക്കാനാണ് എല്ലാ ആംബുലൻസ് ക്യാപ്റ്റന്മാരും വിചാരിക്കുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ വളരെ അനാസ്ഥ. അത് അവിടെ മാത്രമല്ല, തൊട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ ട്രോളില്ല, അതാണ് പരാതി. ജീവനക്കാരില്ല. അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ സിസേറിയനിലൂടെ യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകി. പക്ഷേ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ വീഴ്ചയെന്നാണ് വ്യാപക വിമർശനം. സർക്കാർ ആശുപത്രിയിൽ ഒരു ട്രോളിയേ ഉള്ളൂ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്.
കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മാസപ്പടി കേസിൽ മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയും ED അന്വേഷണം. വീണ റിയാസ് പണമിടപാടുകളിലാണ് അന്വേഷണം. വീണയുടെ അക്കൗണ്ടിൽ നിന്ന് ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകളിലേക്ക് വൻ തുകകൾ കൈമാറിയിട്ടുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. അയോധ്യ ക്ഷേത്ര സംഭാവന തട്ടിപ്പ് അന്വേഷിക്കാൻ ED അന്വേഷണം ആവശ്യപ്പെട്ട് UP സർക്കാർ ഉടൻ കത്ത് നൽകുമെന്നാണ് സൂചന. തട്ടിപ്പിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാപ്പ തടവുകാർ തമ്മിൽ ഏറ്റുമുട്ടി. തടയാനെത്തിയ ജയിൽ ഉദ്യോഗസ്ഥർക്കും മർദ്ദനമേറ്റു. ഉദ്യോഗസ്ഥരും തടവുകാരും ഉൾപ്പെടെ 11 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. തടവുകാർ പലപ്പോഴും ജയിലിൽ പ്രകോപനം സൃഷ്ടിക്കാറുണ്ടെന്നും വിഷയത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടുള്ളതായും ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. തിരുവനന്തപുരത്ത് MDMAയുമായി 2 പേർ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിൽ. തുമ്പ സ്വദേശികളായ സച്ചു, അഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് MDMA, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് എന്നിവ കണ്ടെടുത്തു. ബാംഗ്ലൂരിൽ നിന്ന് കാറിൽ വരികയായിരുന്ന ഇവരെ കോവളം ജംഗ്ഷനിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് പോലീസ് ഹൈക്കോടതിയിൽ. നെടുമങ്ങാട് DYSP അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകി. സ്വമേധയാ സ്വീകരിച്ച ഹർജി 4 ആഴ്ചയ്ക്ക് ശേഷം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. കാസർഗോഡ് എണ്ണപ്പാറയിൽ CPM ഓഫീസിന് നേരെ ആക്രമണം. എണ്ണപ്പാറയിൽ പ്രവർത്തിക്കുന്ന തായന്നൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് അർദ്ധരാത്രിയിൽ ആക്രമണമുണ്ടായത്. ഓഫീസിന്റെ ജനൽ ചില്ലുകളും കൊടിമരവും ആക്രമണത്തിൽ തകർന്നു. സംഭവത്തിൽ രാജപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സുഹൃത്തുക്കളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും സർപ്രൈസ് സമ്മാനം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. കൊച്ചിയിലെ 49-കാരിയായ വീട്ടമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിലപിടിപ്പുള്ള സമ്മാനം അയച്ചു കൊടുത്തു. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൂട്ടുകാരൻ 50 ലക്ഷം രൂപയുടെ സമ്മാനം അയച്ചെന്നാണ് പറഞ്ഞത്. എന്നാൽ പാഴ്സൽ കൈപ്പറ്റുന്നതിന് 2.5 ലക്ഷം രൂപ കസ്റ്റംസ് ക്ലിയറൻസ് ഫീസ് നൽകണം. എന്തായാലും കൂട്ടുകാരൻ നൽകിയ സമ്മാനമല്ലേ. വീട്ടമ്മ അത് വാങ്ങാൻ പണം അക്കൗണ്ട് വഴി അയച്ചു കൊടുത്തു. പണം നൽകിയിട്ടും പാഴ്സൽ ലഭിക്കാതെ വന്നതോടെയാണ് താൻ ചതിക്കപ്പെട്ട വിവരം അവർ തിരിച്ചറിഞ്ഞത്. വീട്ടമ്മയുടെ പരാതിയിൽ കടവന്ത്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ മധുരമുള്ള വാക്കുകളുമായി പലരും പരിചയപ്പെടാൻ വരും, ചങ്ങാത്തം കൂടും. എന്നാൽ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയാൽ വലിയ ചതിയിൽ നിന്നും രക്ഷപ്പെടാൻ കേട്ടോ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.